to our channel കുറുമ്പും കുശിനിയും. ഇന്ന് ഞങ്ങൾ മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാം. അതെ, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരി വയ്ക്കാം. നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ട് എങ്ങനെ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. മാമ്പഴ പുളിശ്ശേരിക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. അതിന് തീർച്ചയായിട്ടും നമുക്ക് മാമ്പഴം വേണം അല്ലേ? മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ മാമ്പഴം ഇല്ലല്ലോ. മാമ്പഴം ഇല്ലാതെ എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് മാമ്പഴം വേണം. പിന്നെന്താണ്, പിന്നെ അതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള തൈര് വേണം, തേങ്ങ വേണം. തേങ്ങ ഞാനൊരു 5 സ്പൂൺ തേങ്ങ ഞാൻ എടുത്തിട്ട് നല്ല പോലെ അരച്ച് വെച്ചിരിക്കുകയാണ്. തേങ്ങ മാത്രം, വേറെ അതിനകത്തൊന്നുമില്ല, തേങ്ങ മാത്രം അരച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് മാമ്പഴം നമുക്ക് തൊലി കളഞ്ഞ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് ഇടണം. പിന്നെ നമുക്ക് കടുക് വറക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും. പിന്നെ നമുക്ക് വേണ്ടത് കടുക് വറക്കാൻ കടുക് വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് മുളക് പൊടി വേണം, കുറച്ച് ഉലുവപ്പൊടി വേണം. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് മാമ്പഴ പുളിശ്ശേരി വയ്ക്കാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ മാമ്പഴം എല്ലാം തൊലി കളഞ്ഞിട്ട് ഈ ചട്ടിയിലേക്ക് ഇടണം. ഇതിലൊക്കെ മെയിനായിട്ട് നമുക്ക് ചട്ടി വേണം കേട്ടോ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ. വേണ്ടേ? വേണം. അത് ശരിയാ. അപ്പോൾ ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് മാമ്പഴം തൊലി കളഞ്ഞിട്ട് ഇടണം. ഇനി നമ്മൾ മാമ്പഴം തൊലി കളയണം. നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അറിയത്തില്ല, അപ്പം അമ്മ കാണിച്ചു തരാം മാമ്പഴം എങ്ങനെയാണ് തൊലി കളയുകയാണ്. ഓക്കെ, ഇതിങ്ങനെ ഇത് കണ്ടോ, ഇതിങ്ങനെ വെക്കുമ്പോഴേ മാമ്പഴം തൊലി കളഞ്ഞു വരും. കിട്ടുന്നുണ്ട്. ആണോ? അയ്യോ, അതിലൊക്കെ വീഴും മോനെ. അതിലോട്ടിട്ടോ. നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ എല്ലാം തൊലി കളഞ്ഞിട്ട് എടുക്കാം. ഇത് നല്ല നാടൻ മാമ്പഴമാണേ, ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നല്ല നാട്ടുമാവില്ലേ, അതിൻ്റെ മാമ്പഴമാണേ. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ ചെയ്യാനായിട്ട് മദീനത്തൽ ഹക്കിൽ പോയത് കണ്ടില്ലേ, നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അവിടുന്ന് ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്ന മാമ്പഴമാണിത്. അത് വെച്ച് ഇപ്പോൾ ഒരാഴ്ച ഇരുന്നപ്പോഴത്തേക്കിനും നല്ല പഴുത്ത് നല്ല പാകമായി കിട്ടി. അപ്പോൾ അതാണ് ഞങ്ങളിന്ന് ദുർഗയ്ക്കാണെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടു. ദുർഗ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ചീമ്പി കുടിക്കുന്ന മാങ്ങയില്ലേ, അതാണിതേ. അപ്പോൾ ദുർഗ ആദ്യമായിട്ടാണ് അതിങ്ങനെ അങ്ങനെ കഴിക്കുന്നത്. അപ്പം വളരെ ഇഷ്ടപ്പെട്ടു ആണ്. അപ്പോഴേക്ക് ഞാൻ അത് കുടിച്ചിട്ട് ഞാൻ ഓൾമോസ്റ്റ് 5 എണ്ണം കഴിച്ച്. ഇപ്പോഴും ഒരെണ്ണം തായോ തായോ എന്നും പറഞ്ഞ് നിൽക്കുകയാണ് ആള്. ലാസ്റ്റ് വൺ ഫിനിഷ്. അത് വാവ കഴിച്ചോ? അത് വാവ കഴിച്ചു. ഇത് വേണ്ട, ഇത് പുളിയാണ്, അതേ കഴിക്കാൻ കൊള്ളുള്ളൂ. അത് വേണ്ട. എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. എന്താ പ്രോബ്ലം? ഇത് ഞെക്കി തരുമോ പ്ലീസ്? ഞാനൊരു 5 മാങ്ങ എടുത്ത് കറി വയ്ക്കാൻ എടുത്തതാണ്, അതേൽ ഒരെണ്ണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് കീറിയിടാം. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് അതുകൊണ്ട് ഞാനൊരു 3 പച്ചമുളക് ഇടുകയാണ്. നമുക്കിത് നീളത്തിൽ കീറി അങ്ങോട്ടിടാം. ഇവിടെ വലിയ എരിവ് വേണ്ടാത്തവരാണ്, പിന്നെ ദുർഗയ്ക്ക് കറി വലിയ ഇഷ്ടമാണ്. അത് കാരണം ഞാൻ അധികം അങ്ങോട്ട് എരിവ് വെക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, ഈ മാങ്ങ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട്
നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ റെഡിയാ. ആണോ? എന്നാ കൊണ്ട് വേവിച്ചോ. എനിക്കറിയില്ല. നമുക്കിതേക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാം. നോക്കട്ടെ എത്ര വെള്ളം വേണമെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. 2 ഗ്ലാസ് ഒഴിച്ചില്ല ഞാൻ. നമുക്ക് ആ മാങ്ങ വേകാനുള്ള ഇത് മതിയല്ലോ. ഇനി സ്റ്റൗ കത്തിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ അതിലേക്ക് ഇടുക. അതിനെ അവിടെ കിടന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിത് നോക്കാം വെന്തിട്ടുണ്ടോ. എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിന് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കണം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ തേങ്ങ നല്ലപോലെ അരച്ചെടുത്തതാണ്. അത് നമുക്കിനി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് തിള പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതാ ഒന്ന് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിള പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ തീ അങ്ങ് ഓഫ് ചെയ്യാം. ചട്ടിയിലായതുകൊണ്ട് ചട്ടിക്ക് തന്നെ നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് തൈര് ഒഴിക്കണം. ഞാനിത് നല്ല കട്ട തൈര് ഉടച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ 1 കപ്പ് തൈര് അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കാം. ഇനി നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ തൈര് ഒഴിച്ചില്ലേ, അതിന് പിരിഞ്ഞൊന്നും പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് തീ കത്തിക്കാതെ ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കണം. ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതിന് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ട് മധുരമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് മധുരം ഇച്ചിരി കുറവായിട്ട് തോന്നിയാൽ നമുക്കൊരു ശകലം ശർക്കരയും കൂടെ ഇടാവുന്നതാണ്. ഒരു നുള്ളൊരു ശർക്കര ഇടാം. അപ്പൊ അതിന് ചെറിയൊരു നല്ല ഒരു മധുരം ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. നമ്മൾ കടുക് താളിക്കാനായിട്ട് നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു 2 സ്പൂൺ നെയ്യ് അതിലേക്ക്, ടീസ്പൂണാണേ, ടീസ്പൂണിന് 2 സ്പൂൺ നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. നന്നായി ചൂടായിട്ട് വേണം കടുക് ഇടാന്. ഇനി നമുക്കൊരു നുള്ള് കടുകിടാം. അതൊക്കെ ഒരു പാകം, എല്ലാവരും ചെയ്യുന്നതാണല്ലോ കടുകൊക്കെ വറക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു പാകത്തിന് നമ്മൾ ചെയ്യാം. പിന്നെ ഞാൻ ആദ്യം ഉലുവാപ്പൊടി ഇടാമെന്ന് പറഞ്ഞു. പക്ഷെ ഈ നമ്മൾ മോര് കാച്ചുമ്പോഴും അതുപോലെ മാമ്പഴ പുളിശ്ശേരി, പഴം പുളിശ്ശേരി ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കടുക് പൊട്ടുന്ന സമയം നമ്മൾ ഒരു ശകലം ഉലുവ പൊട്ടിച്ചിടും. അതാണ് ഒന്നും കൂടെ നല്ലത്. അത് കാരണം ഞാൻ ഉലുവാപ്പൊടി മാറ്റി ഉലുവ ഇട്ടു. അത് ഒരു നുള്ളേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നും ഇട്ടിട്ടില്ല. കടുക് ഉലുവയൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. വറ്റൽമുളക് ഇടാം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട്
വറുത്ത് നമുക്ക് ഇതിലേക്ക് ഇടണം. നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിലേക്ക് നമുക്കൊരു ചെറിയ നമ്മുടെ കറി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ശകലം വറ്റൽമുളക് വറുത്ത് പൊടിച്ച പൊടിയാണിത്. ഒരു 1/4 ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മാമ്പഴം പുളിശ്ശേരി റെഡിയാക്കി ഞാൻ ടേസ്റ്റും ചെയ്ത് നോക്കി. സൂപ്പറായിരുന്നു. ദുർഗയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരിയാണിത്. എന്നാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, അപ്പം മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണിത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനിയും വരുന്നതാണ്. അപ്പം എല്ലാവരും സേഫായിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ബെല്ലും കൂടെ അടിച്ചേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.